നമുക്കൊരു ചൂര മീൻകറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 തക്കാളി ചെറുതാണ് കേട്ടോ, 3 തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞ അതിനെ ചെറുതാക്കിയത്, പിന്നെ ഉള്ളി, ഇതെല്ലാം അരിഞ്ഞു വയ്ക്കുക. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി, സവാള, അരിഞ്ഞു വെച്ച തക്കാളി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുക. കുറച്ച് വേപ്പില കൂടി ഇടുക. ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇട്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കത് ചൂടാറുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്ത് വന്നതിന് ശേഷം വീണ്ടും സ്റ്റൗ കത്തിച്ച് മീൻചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം കേട്ടോ. അത് മറന്നുപോയി. കടുക് പൊട്ടിച്ചിട്ട് അതിന് ശേഷമാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇടേണ്ടത്. അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഈ പൊടികളെല്ലാം ചേർത്ത് ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വേപ്പില കൂടി ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുതാക്കി അതും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചൂരമീൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി മറിച്ച് വയ്ക്കാം. ഇനി ചെറുതീയിൽ വെച്ചിട്ട് അതൊന്ന് വറ്റി വരട്ടെ. വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ വറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. പിന്നെ 2 വേപ്പില ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് വേപ്പിലയും വെച്ചു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും അതിലൊഴിച്ച് കഴിഞ്ഞാൽ ചൂര മീൻകറി റെഡി. ഇതുണ്ടാക്കിയത് കണ്ണേരനാണ് കേട്ടോ.